ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ കരിയർ റീഡിംഗ് എന്നാണ്. നമുക്ക് നോക്കാം എന്താണ് കരിയർ റീഡിംഗ് എന്ന്. നിങ്ങൾ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഇഷ്യൂസ് എന്താണ്, നിങ്ങൾക്ക് മുന്നോട്ടുള്ള കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത്. താങ്ക് യു മൈ ലോർഡ്, താങ്ക് യു ഫോർ യുവർ ബ്ലെസ്സിങ്, താങ്ക് യു ഫോർ യുവർ ആൻസർ. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞ കാർഡാണ്. ഇത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നല്ലൊരു നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് സോഡ് എന്ന് പറഞ്ഞ കാർഡാണ്. നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ, അതായത് ജോലി മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പഠിക്കാനും ഉള്ള എല്ലാവിധ കഴിവുമുള്ളവരാണ് നിങ്ങളെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം നമുക്ക് കാണുന്നത് ബേർഡ്സ്, അതിന്റെ ചുറ്റും യെല്ലോ ലൈറ്റ് ഒക്കെയാണ് കാണുന്നത്. അത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അതെല്ലാം ബ്ലെസ്സിങ്സ് ആയി തന്നെ നിൽക്കുമെന്ന് കാണുന്നുണ്ട്. പേജ് ഓഫ് സോഡ് കഴിഞ്ഞ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറി മുന്നോട്ട് നിങ്ങളുടേതായ പാതയിലോട്ട് നിങ്ങൾ തിരിയുന്ന, അതായത് ബാക്കിൽ നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ മുന്നോട്ട് നല്ലൊരു രീതിയിലോട്ട് പോകുന്നൊരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കിട്ടിയത് 5 ഓഫ് പെൻഡിക്കിൾ ആണ്. ഇതിൽ കുറച്ച് പേര്, ഇത് കാണുന്ന കുറച്ചു പേരുടെ എനർജി എന്ന് പറയുന്നത് അവര് എന്തൊക്കെയോ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കരിയറിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ തന്നെ അവർക്കുള്ള ആൻസറും ഉണ്ട് എന്നാണ് ഡിവൈൻ പറയുന്ന മെസ്സേജ്. ഇവിടെ നമുക്ക് കീ ഉണ്ട്. ഈ കീ എടുത്ത് നമ്മൾ എണീറ്റിട്ട് ഈ കീ എടുത്ത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പെൻഡക്കിൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മൾ അവിടെ വിഷമിച്ചിരുന്നാൽ ആരും ഇങ്ങോട്ട് വരില്ല, കാരണം ഡോർ ലോക്കാണ്. കീ നിങ്ങളുടെ അടുത്താണ് കീ ഉള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ വേണം അത് മുന്നോട്ട് പോകാൻ എന്നാണ്. സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ്, യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 ഓഫ് വാണ്ട് ആണ്. ഇതൊരു യാത്രയ്ക്ക് പോകാൻ, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുവാണ്, ഒരിടത്ത് ഇരുന്ന് പോയി അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ച് നിൽക്കുവാണെങ്കിൽ മുന്നോട്ട് പോവുക എന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാകും. താങ്ക് യു മൈ വ്യൂവേഴ്സ്.